ഹായ് ഗൈസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാത്യു അർണോൾഡ് എഴുതിയ ഡോവർ ബീച്ച് എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പോയിറ്റിനെ പറ്റിയിട്ട് നോക്കാം. മാത്യു അർണോൾഡ് 24 ഡിസംബർ 1822 ഇദ്ദേഹം ജനിക്കുന്നത്. 15 ഏപ്രിൽ 1888 മരണപ്പെടുന്നത്. മാത്യു അർണോൾഡ് വാസ് an English poet and cultural critic. He was the son of Thomas Arnold, the headmaster of Rugby School, and brother to both Tom Arnold, literary professor, and William Delafield Arnold, novelist and colonial administrator. He has been characterized as a sag writer, a type of writer who chastises and instructs the reader on contemporary social issues. He was also an inspector of schools for 35 years and supported the concept of state-regulated secondary education. ഇംഗ്ലീഷ് കവിയും സാംസ്കാരിക വിമർശകനുമായിരുന്നു. റഗ്ബി സ്കൂളിലെ ഹെഡ്മാസ്റ്ററായ തോമസ് അർണോൾഡിൻ്റെ മകനും സാഹിത്യ പ്രൊഫസറായ ടോം അർണോൾഡിൻ്റെയും നോവലിസ്റ്റും കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്ററുമായ വില്യം ഡെലാഫീൽഡ് അർണോൾഡിൻ്റെയും സഹോദരനായിരുന്നു. സമകാലിക സാമൂഹിക വിഷയങ്ങളിൽ വായനക്കാരനെ ശാസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുതരം എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു സാഗ് റൈറ്ററായി വിശേഷിക്കപ്പെടുന്നു. അതായത് ജ്ഞാനിയായ എഴുത്തുകാരൻ. 35 വർഷക്കാലം സ്കൂളുകളുടെ ഇൻസ്പെക്ടർ കൂടിയായിരുന്ന അദ്ദേഹം സംസ്ഥാന നിയന്ത്രിത സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന ആശയത്തെ പിന്തുണച്ചു. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ വർക്ക്സ് നോക്കാം. ഡോവർ ബീച്ച്, പോയറ്റിക്കൽ വർക്ക്സ് ഓഫ് മാത്യു അർണോൾഡ്, ദ സ്കോളർ ജിപ്സി, കൾച്ചർ ആൻഡ് അനാർക്കി, ന്യൂ പോയംസ്, എസ്സേസ് ഇൻ ക്രിറ്റിസിസം, ഐസൊലേഷൻ, എക്സെട്ര. നമുക്ക് കവിതയിലേക്ക് വരാം. ഡോവർ ബീച്ച് വിക്ടോറിയൻ കാലഘട്ടത്തിലെ എഴുത്തുകാരനും അധ്യാപകനുമായ മാത്യു അർണോൾഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിതയാണ് നമ്മൾ പഠിക്കുന്ന ഡോവർ ബീച്ച് എന്ന കവിത. ഈ പോയത്തിൽ ശാസ്ത്രവും മതവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പ്രകൃതി രമണീയമായ ഒരു രംഗത്തിലാണ് ഈ കവിത ആരംഭിക്കുന്നത്. ഡോവർ ബീച്ചിൽ 37 ലൈൻസ് ആണുള്ളത്. ഈ കവിത പ്രസിദ്ധീകരിച്ചത് ന്യൂ പോയംസിൽ 1867 കവിതയ്ക്ക് 4 സ്റ്റാൻസകളാണുള്ളത്. ഫ്രീ വേഴ്സ് ആണ്, അതായത് റൈം സ്കീം ഒന്നും തന്നെ ഇല്ല. ഇതാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് സ്റ്റാൻസ വൈസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റാൻസയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. കവിത ആരംഭിക്കുന്നത് അത് നടക്കുന്ന സെറ്റിംഗ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. കവിതയിൽ ഏതാണ് സ്ഥലമെന്ന് വ്യക്തമായി വിവരിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഏതാണ് സ്ഥലമെന്ന് ടൈറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇംഗ്ലണ്ടിൻ്റെ തീരത്തുള്ള ഡോവർ ബീച്ചാണ് ആ സ്ഥലം. പോയറ്റും പോയറ്റിൻ്റെ വൈഫും കൂടി ഹണിമൂണിന് വന്നിരിക്കുകയാണ് ഡോവർ ബീച്ചിൽ. അദ്ദേഹം അവിടെ കണ്ട കാഴ്ചകളാണ് ആദ്യ സ്റ്റാൻസയിൽ വിവരിക്കുന്നത്. കവി പറയുന്നു, കടൽ ഇപ്പോൾ ശാന്തമാണ്. ഈ രാത്രിയിൽ കടൽ ശാന്തമാണ്. ആകാശത്തുള്ള ചന്ദ്രൻ്റെ പ്രതിബിംബം ആ കടലിലെ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ചാനലിൻ്റെ കുറുകെ നോക്കുമ്പോൾ ഫ്രഞ്ച് തീരത്തിൻ്റെ വിളക്കുകൾ മങ്ങുന്നത് സ്പീക്കറിന് കാണാൻ സാധിക്കുന്നു. തീരത്തെ പാറക്കെട്ടുകൾ ഉയർന്നതും തിളക്കവുമുള്ളതായി നിൽക്കുന്നു. ഉൾക്കടൽ എന്തായിട്ടാണ് സ്പീക്കറിന് തോന്നുന്നത്? ശാന്തമായി, കാമായിട്ടാണ് തോന്നുന്നത്. ശേഷം സ്പീക്കർ താൻ കാണുന്ന കാഴ്ച കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വൈഫിനെ അവിടേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് രാത്രിയിലെ സുഖകരമായ വായുവും കാഴ്ചകളും ആസ്വദിക്കാൻ ഭാര്യയോട് പറയുന്നു. കൂടാതെ തിരമാല കടലിൻ്റെ എഡ്ജിൽ മുട്ടുന്നത് നോക്കാൻ വേണ്ടിയും പറയുന്നു. അവിടം ചന്ദ്രൻ്റെ പ്രകാശം കൊണ്ട് തിളങ്ങുകയാണ്. തിരമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടൽ തീരത്ത് മുകളിലേക്കും താഴേക്കും മാറുമ്പോൾ
ഉരുളൻ കല്ലുകളുടെ ശബ്ദം കേൾക്കാൻ സ്പീക്കർ വൈഫിനോട് പറയുന്നുണ്ട്. പിന്നീട് സ്പീക്കറിൻ്റെ ഹാപ്പി മൂഡ് മാറി സാഡ് മൂഡ് ആവുകയാണ്. ഇനി സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. രണ്ടാമത്തെ സ്റ്റാൻസയിലെ പോയിറ്റ് പ്രാചീന ഗ്രീക്ക് നാടകകൃത്തായ സോഫക്കിൾസിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. സോഫക്കിൾസ് വളരെ കാലം മുമ്പ് വേലിയേറ്റം വരുമ്പോൾ ഏഗൻസിയിൽ നമ്മുടെ പോയിറ്റ് കേട്ട അതേ ശബ്ദം തന്നെ കേട്ടിരുന്നു. ആ സൗണ്ട് കേട്ട ടൈമിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്ന ഫീലിങ്സ് ഹ്യൂമൻ മിസറിയാണ്. ഇതിലൂടെ പോയിറ്റ് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ്റെ മിസറി ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ്. അത് വരികയും പോകുകയും ചെയ്യുന്നു. ഏതുപോലെ? തിരമാല പോലെ. രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും തീരത്ത് ആഞ്ഞടിക്കുന്ന തിരമാലകൾ നിരീക്ഷിച്ചപ്പോൾ ജീവിതത്തിൻ്റെ വിഷാദം ഇരുവരും അനുഭവിച്ചു എന്നാണ് പറയുന്നത്. ഇനി സോഫക്കിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രാചീന ഗ്രീക്ക് നാടകകൃത്താണ്. പിന്നെ ആൻറ്റിഗോൺ എന്ന നാടകം രചിച്ച സോഫക്കിൾസ് പുരാതന ഗ്രീക്കിലെ ഏറ്റവും അറിയപ്പെടുന്ന നാടക എഴുത്തുകാരിൽ ഒരാളാണ്. ഈ പോയിന്റൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാവുന്നതാണ്. തേർഡ് സ്റ്റാൻസയിൽ കടലിൻ്റെ തിരമാലയുടെ ശബ്ദം കാരണം വരുന്ന മറ്റൊരു മാനസിക ചിത്രം സ്പീക്കർ നിരീക്ഷിക്കുന്നു. ഇവിടെ കടലിനെ ദ സീ ഓഫ് ഫെയ്ത്ത് എന്ന് വിളിക്കുന്നുണ്ട്. മനുഷ്യവിശ്വാസം, മതവിശ്വാസം, സഹജീവികളോടുള്ള വിശ്വാസം എന്നിവ ഒരിക്കൽ കടൽജലം പോലെ ഭൂമിയെ മൂടിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശ്വാസം എന്നത് എല്ലാം എളുപ്പമാക്കുകയും പല പ്രശ്നങ്ങളും പരിഹരിക്കുകയും ആളുകളെ ഒരുമിപ്പിക്കുകയും ജീവിതത്തിന് അർത്ഥം കൊണ്ടുവരികയും ചെയ്ത സമയമായിരുന്നു. വിശ്വാസം ഉള്ള സമയത്ത് ആ നാളുകൾ കഴിഞ്ഞു പോയതിൽ സ്പീക്കർ വളരെയധികം വിഷമിക്കുന്നുണ്ടെന്നാണ് തേർഡ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയിൽ സ്പീക്കർ അയാളുടെ ഭാര്യയോട് പറയാണ്, പരസ്പരം വിശ്വസ്തത പുലർത്തി പ്രണയത്തോടുകൂടി നമുക്ക് ജീവിക്കാം. വൈവിധ്യങ്ങളാൽ മനോഹരമെന്ന് കരുതുന്ന സ്വപ്നതുല്യമായ ആധുനിക ലോകം സത്യത്തിൽ പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമോ പ്രകാശമോ അതായത് ഹോപ്പോ സമാധാനമോ നൽകുന്ന ഒരു ഉറവിടമല്ല. ഓർഡർ ഇല്ലാത്ത അതായത് ക്രമരഹിതമായ ഈ കൃത്രിമ ലോകം പോയറ്റിന് വലിയ പ്രതീക്ഷയൊന്നും നൽകുന്നില്ല എന്നാണ് കവി പറയുന്നത്. പോയറ്റ് ഈ ലോകത്തെ ഇരുണ്ട സ്ഥലവുമായി ഉപമിക്കുന്നു. ആ ഡാർക്ക് പ്ലേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. അജ്ഞരായ പട്ടാളക്കാർ ഇരുട്ടിൽ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ എന്തു ചെയ്യുന്നു? നമ്മളും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഈ കവിതയുടെ തീംസ് നോക്കുകയാണെങ്കിൽ ദ മിസറി ഓഫ് ദ ഹ്യൂമൻ കണ്ടീഷൻ, ലോസ് ഓഫ് ഫെയ്ത്ത്, ലവ്, ഇതൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്.